ശ്രീരാമനെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ കാലമായി. ബ്രഹ്മാവ് കാലനെയും ഭൂമിയിലേക്ക് അയച്ചു. കാലൻ ഒരു മഹർഷികുമാരന്റെ രൂപത്തിൽ അയോധ്യയിലെത്തി ശ്രീരാമനെ സന്ദർശിച്ചു. അധിപനൻ എന്ന മുനിയുടെ ശിഷ്യനാണ് ഞാൻ. എനിക്ക് അങ്ങയോട് ഒരു രഹസ്യം പറയാനുണ്ട്. കാലൻ ശ്രീരാമനോട് പറഞ്ഞു. ആരും രഹസ്യം പറയുന്നിടത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രീരാമൻ സഹോദരനായ ലക്ഷ്മണനെ കാവൽ നിർത്തി. ശ്രീരാമനും മഹർഷികുമാരനും എന്തോ രഹസ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കോപക്കാരനായ ദുർവാസാവ് മഹർഷി അവിടേക്ക് വരുന്നത്. 1000 കൊല്ലം ഉപവസിച്ചിട്ട് വരികയാണ് അദ്ദേഹം. ദുർവാസാവിനു ശ്രീരാമനെ കാണണമെന്നാവശ്യപ്പെടുന്നു. മഹർഷി, അതത്തു ജ്യേഷ്ഠൻ ഒരു മുനികുമാരനുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണ്. അതിനാൽ അങ്ങ് കുറച്ചുനേരം കാത്തിരിക്കണം. വിനയത്തോടെ ലക്ഷ്മണൻ ദുർവാസാവിനോട് അപേക്ഷിച്ചു. ദുർവാസാവുണ്ടോ? ക്ഷമിക്കുന്നു. എനിക്ക് ഈ നിമിഷം ശ്രീരാമനെ കാണണം, അല്ലെങ്കിൽ ഞാൻ ഈ രഘുവംശത്തെ മുഴുവൻ ശപിച്ചു ഭസ്മമാക്കും. ദുർവാസാവ് ഗർജിച്ചു. ഗതികെട്ടപ്പോൾ ലക്ഷ്മണൻ അകത്തു കടന്നു. ദുർവാസാവ് വന്ന വിവരം അറിയിച്ചു. സംഭാഷണം തടസ്സപ്പെടുത്തിയതിന്റെ ദേഷ്യത്തിൽ ശ്രീരാമൻ പെട്ടെന്ന് ലക്ഷ്മണനെ കൊല്ലാൻ ആജ്ഞാപിച്ചു. പിന്നീട് താൻ പറഞ്ഞതിൽ ദുഃഖിച്ച ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമനുസരിച്ചു ലക്ഷ്മണനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ശിക്ഷ ലഘൂകരിച്ചു. അഭിമാനിയായ ലക്ഷ്മണൻ തന്റെ ജ്യേഷ്ഠൻ തന്നെ പുറത്താക്കിയതോർത്തു മനം നൊന്ത് വിലപിച്ചു. സങ്കടം താങ്ങാനാവാതെ ലക്ഷ്മണൻ സരയൂ നദിയിലെ ഒരു ആഴക്കയത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. രാമന് ലക്ഷ്മണനെ പിരിഞ്ഞ് ജീവിക്കാനായില്ല. രാമനും ലക്ഷ്മണൻ ചാടിയ കയത്തിലേക്ക് ചാടി ജീവൻ ത്യജിച്ചു. കാലൻ ആ ആത്മാക്കളെ കാലപുരിയിലേക്കെടുത്തു. അങ്ങനെ കാലന്റെ ആഗമനോദ്ദേശം നിറവേറി.